നമ്മുടെ നിലമ്പൂർ MLA ജനാബ് PV അൻവർ സാഹിബ് നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയനെ സ്വന്തം അച്ഛനെ പോലെയാണ് കാണുന്നത്. അദ്ദേഹം ആ സ്ഥാനത്താണ് പിണറായി വിജയനെ കാരണപ്പുതരെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. ആ പിതൃസ്ഥാനീയനെ കൂടെ നിൽക്കുന്ന ആളുകൾ തന്നെ കുഴിയിൽ ചാടിക്കാൻ ശ്രമിക്കുന്നത് കാണുമ്പോൾ ഒരു മകന് നോക്കിയിരിക്കാൻ സാധിക്കുമോ? അതുകൊണ്ടാണ് എന്തും വരട്ടെ എന്ന് വിചാരിച്ച് കേരളത്തിലെ ADGP MR അജിത് കുമാർ, അതുപോലെ തന്നെ പൊളിറ്റിക്കൽ സെക്രട്ടറി P ശശി, മലപ്പുറത്തെ SP ആയിരുന്ന സുജിത് ദാസ് എന്നിവർക്കെതിരെ പ്രതിപക്ഷം പോലും ഉന്നയിക്കാൻ ധൈര്യം കാട്ടാത്ത ആരോപണങ്ങൾ ഉന്നയിച്ച് അവരെയും ആഭ്യന്തര വകുപ്പിനെയും അദ്ദേഹം പ്രതിക്കൂട്ടിൽ നിർത്തിയിരിക്കുന്നത്. വാസ്തവത്തിലൊന്ന് ആലോചിച്ച് നോക്കി, നമ്മുടെ ആഭ്യന്തര വകുപ്പിൽ എന്തൊക്കെ മറിമായങ്ങളാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ അജിത് കുമാർ എന്ന് പറയുന്ന ആൾ പോലീസ് സേനയുടെ 2ാം സ്ഥാനത്താണ്. ക്രമസമാധാനത്തിൻ്റെ ചുമതലയുള്ള അഡീഷണൽ DGP ആണ്. അദ്ദേഹത്തെ പറ്റി അൻവർ പറയുന്നത് ആരെയെങ്കിലും കൊല്ലിക്കാൻ പോലും തയ്യാറാകുന്ന ആളാണെന്നാണ്. അതുപോലെ തന്നെ അദ്ദേഹത്തെ ദാവൂദ് ഇബ്രാഹിമിൻ്റെ ഒരു തനിപ്പകർപ്പായിട്ടാണ് നമ്മുടെ അൻവർ കാണുന്നത്. അദ്ദേഹത്തിൻ്റെ റോൾ മോഡൽ ദാവൂദ് ഇബ്രാഹിമാണെന്ന് തോന്നിപ്പോകും. അതുപോലെ തന്നെ സുജിത് ദാസ് മലപ്പുറത്ത് SP ആയിരുന്നു. അദ്ദേഹം കരിപ്പൂർ വിമാനത്താവളത്തിലെ കസ്റ്റംസ് ഉദ്യോഗസ്ഥന്മാരുമായി കൂട്ടുചേർന്ന് ഒരു അവിശുദ്ധ ബന്ധം. അങ്ങനെ ഈ വിമാനത്താവളത്തിൽ വരുന്ന കള്ളക്കടത്ത് സ്വർണം കൊണ്ടുപോകുന്ന വഴിയിലിട്ട് പിടിക്കുന്നു, അത് പൊട്ടിക്കുന്നു, അത് സ്വന്തമാക്കുന്നു. ഈ ഓപ്പറേഷനെക്കുറിച്ച് അല്പം വിശദീകരിച്ച് സംസാരിക്കണമെന്ന് തോന്നുന്നു. എല്ലാവർക്കും അത് പരിചിതമാവണമെന്നില്ല. അതായത് വിദേശത്തു നിന്ന് വിമാനത്താവളത്തിൽ സ്വർണം എത്തിക്കുന്നു, കള്ളക്കടത്താണ്. കസ്റ്റംസുകാർക്ക് അറിയാം ഇന്ന ആളുകളുടെ കൈവശം സ്വർണ്ണമുണ്ടെന്ന്. പക്ഷേ അവർ ഒന്നും മിണ്ടില്ല. കാരണം അവിടെ CCTV ഉണ്ട്. അവിടെ വെച്ച് പിടിച്ച സ്വർണം മുഴുവൻ കണ്ടുകെട്ടേണ്ടി വരും. അതുകൊണ്ട് കസ്റ്റംസുകാർ എന്ത് ചെയ്യും? അവർ ഈ സുജിത് ദാസിനെ അറിയിക്കും, ഇന്ന ആളുകൾ വരുന്നുണ്ട്, അവന്മാരെ വഴി പൊക്കിക്കോണം, അവരുടെ കയ്യിൽ സ്വർണ്ണമുണ്ടെന്ന്. അപ്പോൾ നമ്മുടെ സുജിത് ദാസിന് ഇതൊരു പ്രത്യേക സ്ക്വാഡുണ്ട് അത്രേ. അവർ വഴിയിൽ ഇവരെ തടയും, പൊക്കും, എന്നിട്ട് സ്വർണം പിടിക്കും. എന്നിട്ട് അതിലൊരു ചെറിയ ശതമാനം കസ്റ്റംസിലേക്ക് അല്ലെങ്കിൽ സർക്കാരിലേക്ക് കണ്ടുകെട്ടും. ബാക്കി ഈ സുജിത് ദാസും കസ്റ്റംസുകാരും കൂടെ വീതിച്ചെടുക്കും. ഈ ഏർപ്പാടിൽ, ഈ ഓപ്പറേഷനിൽ നമ്മുടെ MR അജിത് കുമാറിനും പങ്കുണ്ടെന്നാണ് അൻവർ സാഹിബ് പറയുന്നത്. അതുപോലെ ADGPയുടെ ഭാര്യ, അവരുടെ സഹോദരനുമായി സംസാരിക്കുന്നു ടെലിഫോണിൽ. ആ സംഭാഷണത്തിനിടയിൽ ഈ കള്ളക്കടത്ത് ആവശ്യത്തിന് കേരളത്തിലും മുംബൈയിലും പണമിറക്കുന്ന 2 പേര് ഒരു കോൺഫറൻസ് കോളിൽ ഒത്തുചേരുന്നു. അതായത് കള്ളക്കടത്തുമായി ബന്ധപ്പെട്ട 2 പ്രധാനപ്പെട്ട ആളുകളുമായിട്ട് നമ്മുടെ ADGPയുടെ ഭാര്യ സംസാരിക്കുന്നു എന്നാണ് അൻവർ പറയുന്നത്. അദ്ദേഹത്തിൻ്റെ അതിൻ്റെ തെളിവുകളും ഉണ്ടത്രേ. പക്ഷേ ഇത്രയൊക്കെ ആയിട്ടും ഈ വക തമ്മാടിത്തങ്ങളെക്കുറിച്ച് നമ്മുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി P ശശി അറിയിച്ചിട്ടും അദ്ദേഹം കമാന്നൊരക്ഷരം മിണ്ടിയിട്ടില്ല. മാത്രമല്ല അക്കാര്യത്തിൽ അദ്ദേഹം ഒരു നടപടിയും എടുക്കാൻ തയ്യാറായിട്ടില്ല. അൻവർ സാഹിബ് പറയുന്നത് ഈ കുറ്റകൃത്യങ്ങളിൽ ശശിക്ക് എന്തെങ്കിലും പങ്കുണ്ടോ എന്ന് പാർട്ടി അന്വേഷിക്കട്ടെ എന്നാണ്. അതിനർത്ഥം അങ്ങനെ ചില ബന്ധങ്ങൾ ഈ അജിത് കുമാറും ശശിയും ഈ സുജിത് ദാസും ഒക്കെ കൂടെ ചേർന്നിട്ടാണ് ഈ സ്വർണം പൊട്ടിക്കൽ പരിപാടി നടത്തുന്നതെന്നാണ് അദ്ദേഹം പറയാതെ പറഞ്ഞ് വയ്ക്കുന്നത്. ഇത് പറയുമ്പോൾ ഒരു പഴയകാല കഥ കൂടെ ഓർക്കേണ്ടതുണ്ട്. അത്ര പഴയതല്ല. കണ്ണൂർ ജില്ലാ കമ്മിറ്റിയിൽ നിന്ന് പുറത്തുപോയ ഒരു ചെറുപ്പക്കാരൻ, അദ്ദേഹത്തിൻ്റെ പേര് മനു തോമസ് എന്നാണെന്നാണ് എൻ്റെ ഓർമ്മ. അദ്ദേഹം പരസ്യമായിട്ട് പറഞ്ഞിരുന്നു, ഇങ്ങനെ കരിപ്പൂർ വിമാനത്താവളത്തിൽ നിന്നും കണ്ണൂർ വിമാനത്താവളത്തിൽ നിന്നുമൊക്കെ കൊണ്ടുപോകുന്ന സ്വർണം വഴിയിൽ പിടിച്ച് പൊട്ടിക്കുക, സ്വർണം പൊട്ടിക്കുക എന്ന അതിൻ്റെ ഓമനപ്പേര്. അത്തരം സംഘത്തിൻ്റെ ഒരു പ്രധാന കോർഡിനേറ്റർ കണ്ണൂർ ജില്ലയിലെ ഒരു പ്രധാനപ്പെട്ട CPM നേതാവിൻ്റെ മകനാണെന്ന് അദ്ദേഹം അന്ന് പറഞ്ഞിരുന്നു. ഇതൊക്കെ തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് ആലോചിക്കേണ്ട കാര്യങ്ങളാണ്. നമ്മുടെ അൻവർ സാഹിബ് പറഞ്ഞ കാര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ നമ്മുടെ ആഭ്യന്തര വകുപ്പ് ഒരു അധോലോകമാണ് എന്നുള്ളതിന് വേറെ എന്ത് തെളിവാണ് വേണ്ടത്? വേറെയും ചില കാര്യങ്ങൾ അൻവർ പറഞ്ഞിട്ടുണ്ട്.
അതായത് നമ്മുടെ ADGP മന്ത്രിമാരുടെ അടക്കം ടെലിഫോണുകൾ ചോർത്തുന്നുണ്ടെന്ന്. അതിനൊരു പ്രത്യേക സംവിധാനം അദ്ദേഹത്തിൻ്റെ ഓഫീസിലുണ്ട്. അതിന് ഒരു പ്രത്യേക IPS ഉദ്യോഗസ്ഥനെ നിയോഗിച്ചിട്ടുമുണ്ട് എന്നാണ് അദ്ദേഹം പറയുന്നത്. ഈ അഴിമതികളൊക്കെ തെളിയിക്കാൻ ചില പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ ടെലിഫോണുകൾ താനും ചോർത്തിയിട്ടുണ്ടെന്ന് അൻവർ സാഹിബ് ഇക്കൂട്ടത്തിൽ സമ്മതിക്കുന്നുമുണ്ട്. കാര്യം ഇത്രയൊക്കെ ആയപ്പോൾ ആഭ്യന്തര വകുപ്പ് ഇങ്ങനെ തകർന്ന് തരിപ്പണമാകുന്നത് കണ്ടപ്പോൾ, അഴിമതിയുടെ കൂത്തരങ്ങായി മാറുന്നത് കണ്ടപ്പോൾ എന്തെങ്കിലും ചെയ്യാതിരിക്കാൻ പറ്റില്ല എന്നൊരവസ്ഥയിലാണ് നമ്മുടെ അൻവർ സാഹിബ് എത്തിച്ചേർന്നത്. ചില സാഹിത്യകാരന്മാർ പറയാറില്ലേ, എഴുതാതെ ഇരിക്കാൻ പറ്റില്ല എന്ന് തോന്നുമ്പോഴാണ് എഴുതി തുടങ്ങുന്നത് എന്ന്. അതുപോലെയായിരുന്നു അൻവറിൻ്റെയും കാര്യം. സ്വന്തം മകനോ അല്ലെങ്കിൽ സ്വന്തം മരുമകനോ ഇക്കാര്യത്തിൽ ഒരു ശ്രദ്ധ കാണിക്കാത്ത സ്ഥിതിക്ക് മകനെ പോലെ സ്വയം കരുതുന്ന ആള് പിതൃസ്ഥാനത്തിരിക്കുന്ന പിണറായി വിജയനെ രക്ഷിക്കാൻ രണ്ടും കൽപ്പിച്ച് സമരരംഗത്തേക്ക് ചാടിയിറങ്ങുകയാണ് ഉണ്ടായത്. പിതൃഭക്തിക്കൊപ്പം അപാരമായ രാജ്യസ്നേഹവും അൻവറിൻ്റെ പ്രവൃത്തികളുടെ പിന്നിൽ ഉണ്ടായിരുന്നു. ഈ രാജ്യദ്രോഹികളെ പിടികൂടണമല്ലോ, അതിന് അല്പം പണച്ചെലവുണ്ടായാലും വേണ്ട എന്ന് കരുതി അങ്ങനെ കയ്യിൽ നിന്ന് പണം ചെലവഴിച്ചാണ് ഇതിനാവശ്യമായ, രാജ്യദ്രോഹികളെ തളയ്ക്കാനാവശ്യമായ തെളിവുകൾ സംഘടിപ്പിച്ചത്. നമ്മൾ അത്രയെങ്കിലും ചെയ്യണമല്ലോ രാജ്യസ്നേഹികൾ. BJP, യുവർ അറ്റൻഷൻ പ്ലീസ്, ഇതൊന്ന് ശ്രദ്ധിക്കണം. ഇതാ ഇവിടെ അപാരമായ രാജ്യസ്നേഹമുള്ള ഒരാൾ, അദ്ദേഹത്തിൻ്റെ കാര്യത്തിലൊരു പ്രത്യേക ശ്രദ്ധ വേണമെന്ന് അപേക്ഷിക്കുകയാണ്. പിതൃസ്ഥാനീയനെ രക്ഷിക്കാനാണ് ഇതൊക്കെ ചെയ്തതെങ്കിലും തൊടുത്തുവിട്ട അമ്പുകളെല്ലാം ചെന്ന് കൊള്ളുന്നത് അദ്ദേഹത്തിൻ്റെ തന്നെ നെഞ്ചത്താണ് എന്നുള്ളതാണ് അൻവർ എഴുതിയ നാടകത്തിൻ്റെ ട്വിസ്റ്റ്. ക്ലൈമാക്സ് ഇതുവരെ എഴുതി തീർന്നിട്ടില്ല, അതുവരെ നമ്മൾ കാത്തിരിക്കണം. അഴിമതി വിരുദ്ധ യുദ്ധവീരനായിട്ട് അൻവറിനെ കാണുന്ന ചില ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ട്. ഇപ്പോൾ അദ്ദേഹം അജിത് കുമാറിനെതിരെയോ അല്ലെങ്കിൽ P ശശിക്കെതിരെയോ മലപ്പുറം SP ആയിരുന്ന സുവിദാസിനെതിരെയോ ഒക്കെ ഉന്നയിച്ചിരിക്കുന്ന ആരോപണങ്ങൾ അത് ശരിയാണോ തെറ്റാണോ എന്ന് നമുക്കറിഞ്ഞുകൂടാ. ചിലപ്പോൾ ശരിയാവാം, ചിലപ്പോൾ തെറ്റാവാം. ഇതിനൊക്കെ തെളിവുകളുണ്ടെന്നാണ് നിലമ്പൂർ MLA ആവർത്തിച്ച് പറയുന്നത്. എങ്കിൽ അദ്ദേഹം ചെയ്യേണ്ടത് എന്താ? ആ തെളിവുകൾ ഹാജരാക്കട്ടെ. ആദ്യമായി അദ്ദേഹത്തിന് ചെയ്യാവുന്നത് ഈ ADGPയുടെ ഭാര്യ കള്ളക്കടത്തുമായി ബന്ധമുള്ള 2 ആളുകളുമായി കോൺഫറൻസ് കോളിൽ സംസാരിക്കുന്നതിൻ്റെ ശബ്ദരേഖ അദ്ദേഹത്തിൻ്റെ പക്കലുണ്ടെന്ന് അദ്ദേഹം തന്നെ പറയുന്നു. എങ്കിൽ തെളിവുകളുടെ ആദ്യ ഗഡുവായി ഈ ശബ്ദരേഖ തന്നെ പുറത്തു വരട്ടെ. അപ്പോൾ ആളുകൾ അൻവറിനെ വിശ്വസിച്ചു തുടങ്ങും. അല്ലാതെ ഈ മിഥുനം സിനിമയിലെ ഒരു രംഗമുണ്ട്, അതായത് ഇന്നസെൻറ്റും ജഗതിയും നെടുമുടി വേണുവൊക്കെ ചേർന്ന് അവതരിപ്പിക്കുന്ന ഒരു രംഗമുണ്ട്. ഒരു ക്ഷുദ്രപ്രയോഗത്തെക്കുറിച്ചാണ് അവിടെ തർക്കം നടക്കുന്നത്. നെടുമുടി വേണുവാണ് ഈ ക്ഷുദ്രപ്രയോഗം കണ്ടുപിടിക്കാൻ വന്ന മന്ത്രവാദി. അദ്ദേഹം പറയുന്നത് ഈ തേങ്ങ ഇപ്പോൾ എറിഞ്ഞാൽ അത് പൊട്ടുന്നതോടുകൂടി ക്ഷുദ്രപ്രയോഗം നടത്തിയവൻ്റെ തല പൊട്ടിത്തെറിക്കുമെന്നാണ്. പക്ഷേ അത് തേങ്ങ എറിഞ്ഞ് പൊട്ടിക്കുന്നില്ല, ഇപ്പോൾ പൊട്ടിക്കും എന്ന് പറയുന്നതല്ലാതെ. ഇതുപോലെയാവരുത് അൻവർ സാഹിബിൻ്റെ തെളിവുകൾ. അദ്ദേഹം കൈവശമുള്ള തെളിവുകൾ അത് പൊതുജന സമക്ഷം കൊണ്ടുവരട്ടെ, അല്ലെങ്കിൽ പോലീസിന് സമർപ്പിക്കട്ടെ. എന്നിട്ട് കാണാം പിന്നീട് എന്താണ് സംഭവിക്കുന്നതെന്ന്. അതുപോലെ തന്നെ ഈ ആരോപണങ്ങൾ ഉന്നയിക്കുന്ന കാര്യത്തിൽ അൻവർ സാഹിബിൻ്റെ റെക്കോർഡ് അത്ര ശുദ്ധമല്ല. അദ്ദേഹം നിയമസഭയിൽ പ്രതിപക്ഷ നേതാവ് VD സതീശനെതിരെ ഉന്നയിച്ച ഒരു ആരോപണത്തിൻ്റെ കഥ നമ്മളൊക്കെ ഓർക്കുന്നുണ്ടാവും. നമ്മുടെ കേരയിൽ പൊളിക്കുന്നതിന്, ആ പദ്ധതി തകർക്കുന്നതിന് കർണാടകയിലെ ചില IT ഭീമന്മാരിൽ നിന്ന്, അല്ലെങ്കിൽ ആ രംഗത്ത് പ്രവർത്തിക്കുന്ന വൻകിടക്കാരിൽ നിന്ന് 150 കോടി രൂപ കൈക്കൂലി വാങ്ങിച്ചു എന്നാണ് നിയമസഭയിൽ നടത്തിയ ഒരു പ്രസംഗത്തിൽ അൻവർ ആരോപിച്ചത്. അതായത് കേരയിൽ വന്നാൽ കേരളം IT വ്യവസായത്തിൻ്റെ ഒരു ഹബ്ബാവും. അതായിരുന്നു അന്ന് കേരളിൻ്റെ പിന്നിലെ ഒരു ഉദ്ദേശം. നമ്മളൊക്കെ വിചാരിച്ചത് ഈ തലശ്ശേരിയിലും കണ്ണൂരിലും കോഴിക്കോട്ടുമുള്ള ചില അമ്മച്ചിമാർക്ക് തിരുവനന്തപുരത്ത് അപ്പം കൊണ്ടുവന്ന് വിൽക്കാൻ വേണ്ടിയാണ് നമ്മൾ കേരയിൽ കൊണ്ടുവരുന്നത് എന്നായിരുന്നു. എന്നാൽ അത് മാത്രമായിരുന്നില്ല ലക്ഷ്യം. ഈ IT-യുടെ ഒരു ഹബ്ബാക്കി കേരളത്തെ മാറ്റുക എന്നുള്ളതും കൂടിയായിരുന്നു. അപ്പോൾ അങ്ങനെ സംഭവിച്ചാൽ കർണാടക കേന്ദ്രമായി ഫ്ലറിഷ് ചെയ്തിരിക്കുന്ന ഈ IT വ്യവസായം തകർന്നു പോകും.
അപ്പോൾ അവിടുത്തെ IT രംഗത്തെ പ്രധാനപ്പെട്ട ആളുകൾ രംഗത്തിറങ്ങി. അവർ സതീശനെ കണ്ടു. സതീശനോട് പറഞ്ഞു, എങ്ങനെയെങ്കിലും ഈ പദ്ധതി കേരളയിലൊന്ന് പൊളിച്ച് തകർത്ത് തരിപ്പണമാക്കി തരണം, അല്ലെങ്കിൽ ഞങ്ങളുടെ കച്ചവടം തീർന്നു പോകും. സതീശനെ ഏൽക്കുന്നു. അങ്ങനെ ഒരു 150 കോടി രൂപയുടെ ഒരു കച്ചവടം, ആ ഡീൽ ഉറപ്പിക്കുന്നു. ആ തുക 2 ഘട്ടങ്ങളിലായിട്ട് ചാവക്കാട് എത്തുന്നു. ചാവക്കാട് വരെ ബാംഗ്ലൂരിൽ നിന്ന് വന്നത് ഈ റെഫ്രിജറേറ്റഡ് വാനുകളിലായി, മത്സ്യമൊക്കെ കേടുകൂടാതെ കൊണ്ടുപോകുന്ന ചില പ്രത്യേകതരം സംവിധാനമുള്ള വാഹനങ്ങളിലാണ്. അവിടുന്ന് അത് എറണാകുളത്തേക്ക് കൊണ്ടുവരുന്നു. എറണാകുളത്ത് നിന്ന് വീണ്ടും റോഡ് മാർഗം ബാംഗ്ലൂരിലേക്ക് പോകുന്നു. ബാംഗ്ലൂരിൽ നിന്ന് വീണ്ടും കൊണ്ടുവരുന്നു. അതിൻ്റെ യുക്തി നമുക്കിതുവരെ മനസ്സിലായിട്ടില്ല. എന്തായാലും 150 കോടി രൂപ സതീശന് കിട്ടിയെന്ന കാര്യത്തിൽ അൻവറിന് യാതൊരു സംശയവുമില്ല. ഇപ്പോൾ അതിൻ്റെ സ്ഥിതി എന്താണ്, ആരോപണത്തിൻ്റെ അവസ്ഥ എന്താണെന്ന് നമുക്കറിയില്ല. ഒരു വിജിലൻസ് കേസ് രജിസ്റ്റർ ചെയ്തതായിട്ട് കേട്ടിരുന്നു. പക്ഷേ ആട് കിടന്നിടത്ത് ഒരു പൂട പോലും ഇല്ല എന്നുള്ളതാണ് ആ ആരോപണത്തിൻ്റെ അവസ്ഥ. ഇത് അതുപോലെ ആവരുത്. അന്ന് നിയമസഭയിലാണ് ഈ ആരോപണം ഉന്നയിച്ചത്. നിയമസഭയിൽ അംഗങ്ങൾക്ക്, മന്ത്രിക്കെതിരെയോ മറ്റംഗങ്ങൾക്കെതിരെയോ ആരോപണം ഉന്നയിക്കാനൊരു സ്വാതന്ത്ര്യമുണ്ട്. എന്തും പറയാം. അത് കോടതിയിൽ ചോദ്യം ചെയ്യാൻ പറ്റില്ല. പ്രിവിലേജ് എന്ന ഓമനപ്പേരിൽ അറിയപ്പെടുന്ന അംഗങ്ങൾക്കുള്ള ഒരു പ്രത്യേക അവകാശമാണിത്. അതുകൊണ്ട് VD സതീശന് കോടതിയെ സമീപിക്കാനോ മറ്റെന്തെങ്കിലും നടപടി സ്വീകരിക്കാനോ സാധിച്ചിട്ടില്ല. പക്ഷേ ഇത് വ്യത്യസ്തമാണ്. അതിനേക്കാൾ വലിയ ആരോപണമാണ്. അതുമാത്രമല്ല, നിയമസഭയ്ക്ക് പുറത്താണ് അൻവർ അത് ഉന്നയിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിന് വലിയ പ്രാധാന്യം കൈവരികയും ചെയ്യുന്നുണ്ട്. അവിടെയാണ് ഒരു പ്രധാന ചോദ്യം ഉയരുന്നത്. ഇവിടെ അൻവർ ഒറ്റയ്ക്കാണോ? അദ്ദേഹത്തിൻ്റെ പിന്നിൽ മറ്റാരെങ്കിലും ഉണ്ടോ? അൻവറെ ഒറ്റയ്ക്ക് എടുത്താൽ പൊങ്ങുന്ന ഒന്നല്ലിത്. കാരണം ഈ ആരോപണങ്ങളിലൂടെ പ്രതിസ്ഥാനത്ത് വന്നിരിക്കുന്നത് മുഖ്യമന്ത്രി അടക്കമുള്ള ആളുകളാണ്. അദ്ദേഹത്തിന് ഏറ്റവും പ്രിയപ്പെട്ട P ശശിയാണ്. അതുപോലെ തന്നെ സർക്കാർ ഒന്നടങ്കമാണ്, ആഭ്യന്തര വകുപ്പുണ്ട് കൂട്ടത്തിൽ. അപ്പോൾ ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ ആരുടെയെങ്കിലും പിന്തുണ കൂടാതെ ഉന്നയിക്കാൻ അൻവർ തയ്യാറാവുകയില്ല. കാരണം അദ്ദേഹം ഒരു നല്ല കച്ചവടക്കാരനാണ്. എന്തെങ്കിലും ലാഭം കാണാതെ ഒന്നും ചെയ്യില്ല. ഒരു മന്ത്രിസ്ഥാനമൊക്കെ അദ്ദേഹത്തിൻ്റെ മനസ്സിലുണ്ടാവും. അപ്പോൾ ഇതിനെപ്പറ്റി നമ്മൾ കൂടുതൽ ചുഴിഞ്ഞ് ചിന്തിക്കുമ്പോൾ ഈ അൻവറിൻ്റെ പിന്നിൽ ആരെങ്കിലും ഉണ്ടോ എന്ന ഒരു വളരെ ശക്തമായ സംശയം ഉയരുകയാണ്. ഇതിൻ്റെ പിന്നിലെ സാഹചര്യങ്ങളൊന്ന് ശ്രദ്ധിക്കുക. EP ജയരാജൻ കേരളത്തിലെ പാർട്ടിയിലെ ഒരു ശബ്ദമായിരുന്നു. ആ ശബ്ദം ഇപ്പോൾ അസ്തമിച്ചിരിക്കുന്നു. PK ശശി മറ്റൊരു പ്രമുഖനായിരുന്നു. പിണറായി വിജയന് വളരെ താല്പര്യമുള്ള, വാത്സല്യമുള്ള ഒരാളായിരുന്നു. ഒത്തിരി സംരക്ഷിച്ചതാണ്. അദ്ദേഹത്തെ വെട്ടിവീഴ്ത്തി. അദ്ദേഹത്തിനിപ്പോൾ സത്യം പറഞ്ഞാൽ പാർട്ടി അംഗത്വം മാത്രമേ ഉള്ളൂ. ഇതോടെ പാർട്ടിയിൽ ഇപ്പോഴത്തെ സെക്രട്ടറി MV ഗോവിന്ദൻ വളരെ ശക്തിമാനായിരിക്കുകയാണ്. അദ്ദേഹം EP യെ തള്ളിപ്പറഞ്ഞ പത്രസമ്മേളനം, അതായത് അദ്ദേഹത്തിനെതിരെ നടപടിയെടുക്കാൻ തീരുമാനിച്ചത് മാലോകരെ അറിയിച്ചൊരു പത്രസമ്മേളനം ഉണ്ടല്ലോ, അവിടെ അൻവറിനെ കുറിച്ച് ചോദിച്ചപ്പോൾ അദ്ദേഹത്തെ തള്ളിപ്പറയാൻ ഗോവിന്ദൻ തയ്യാറായില്ല. അതുപോലെ തന്നെ ആ പത്രസമ്മേളനത്തിൽ അദ്ദേഹം പറഞ്ഞൊരു വാചകമുണ്ട്, പാർട്ടിക്ക് മീതെ പറക്കാൻ ആരെയും അനുവദിക്കില്ല എന്നുള്ളത്. ആ പ്രഖ്യാപനം കഴിഞ്ഞതിൻ്റെ തൊട്ട് പിറ്റേന്നാണ് അൻവർ പത്രസമ്മേളനം വിളിച്ച് നമ്മൾ ഈ മേൽ പറഞ്ഞ ആഭ്യന്തര വകുപ്പിനെയും പിണറായി വിജയനെയും ഒക്കെ പ്രതിക്കൂട്ടിലാക്കുന്ന ആരോപണങ്ങൾ ഉന്നയിച്ചത് എന്നുള്ളത് ശ്രദ്ധേയമാണ്. അപ്പോൾ ഒരു ചിഹ്ന സംശയം വേണമെങ്കിൽ ഉണ്ടാവാം. പാർട്ടിയിലൊരു പൂർണ്ണ ശുദ്ധീകരണത്തിന് MV ഗോവിന്ദൻ കോപ്പ് കൂട്ടുകയാണോ? ആ ഒരു ഉദ്ദേശമാണോ ഇപ്പോൾ അൻവറിൻ്റെ നീക്കത്തിന് പിന്നിൽ ഉള്ളത്? മറ്റൊരു സാധ്യത എന്ന് പറയുന്നത് CPM-നുള്ളിൽ ഒരു പുതിയ പവർ ഗ്രൂപ്പ് ശക്തി പ്രാപിച്ചു വരുന്നുണ്ടോ എന്നുള്ളതാണ്. നമുക്കറിയാം, കേരളത്തിലെ CPM-ലെ സ്ഥിതി നോക്കുകയാണെങ്കിൽ അത്തരമൊന്ന് എന്തെങ്കിലും ഉണ്ടായേ പറ്റൂ. നമ്മുടെ മുഖ്യമന്ത്രിയുടെ ഏകാധിപത്യ പ്രവണത, ധിക്കാരം, ധാർഷ്ട്യം, അതുപോലെ അദ്ദേഹത്തിൻ്റെ ഒരു ഒറ്റയാൻ പോക്ക്, ഭരണത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന, അടിക്കടി സംഭവിച്ചുകൊണ്ടിരിക്കുന്ന അപജയങ്ങൾ, പുത്രി വാത്സല്യവും പുത്രി ഭർത്താവിനോടുള്ള വാത്സല്യവും ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ, ഇതൊക്കെ പാർട്ടിയെ വല്ലാത്തൊരു പതനത്തിലേക്ക് നയിക്കുമെന്ന് ഒരുപക്ഷേ ലോക്സഭാ തിരഞ്ഞെടുപ്പ്, അടുത്ത നിയമസഭാ തിരഞ്ഞെടുപ്പിലും ആവർത്തിക്കുമെന്ന് ഭയപ്പെടുന്ന ഒരു വലിയ വിഭാഗം ആളുകൾ, നേതാക്കൾ, പ്രവർത്തകർ പാർട്ടിയിലുണ്ട്. അവരുടെ ഒരു കൂട്ടായ്മ രൂപം കൊള്ളുന്നുണ്ടോ? അതിനൊരു സാധ്യതയുണ്ടോ? അവരാണോ ഇപ്പോൾ ഈ അൻവറിനെ മുൻനിർത്തി
ഈ പോരാട്ടത്തിന് തുടക്കം കുറിച്ചിരിക്കുന്നത് എന്ന് നമുക്ക് സംശയിക്കാം. മറ്റൊരു സാധ്യത ഇതിൻ്റെ പിന്നിൽ പിണറായി വിജയൻ തന്നെ ആണോ എന്നുള്ളതാണ്. മകൻ്റെ സ്ഥാനത്ത് നിൽക്കുന്ന അൻവറിനെ അദ്ദേഹത്തിന് ചില കാര്യസാധ്യങ്ങൾക്ക് വേണ്ടി രംഗത്തിറക്കിയത് ആണോ? നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു പോയിൻ്റുണ്ട്. അതായത് അൻവർ പാർട്ടി അംഗമല്ല, അതുകൊണ്ട് അദ്ദേഹത്തിനെതിരെ നടപടി സാധ്യമല്ല. അതേസമയം അദ്ദേഹം CPM-ൻ്റെ MLA തന്നെയാണ്. CPM-ൻ്റെ MLA, ഭരണപക്ഷത്തെ ഒരു MLA ഇത്തരം ഒരു ആരോപണം ഉന്നയിക്കുമ്പോൾ കിട്ടുന്ന പ്രാധാന്യം, ഗൗരവം ഇതിന് ലഭിക്കുകയും ചെയ്യും.